ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു കൊറോണ ടൈമിൽ നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് അധികം തന്നെ ബോറടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഞാൻ ഫേസ് ഒന്നും കാണിക്കാതെ തന്നെയാണ് വീഡിയോ ഇടാറുള്ളത്. വല്ലപ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് നേരിട്ടൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ചെറുതായി ഇൻട്രസ്റ്റൊക്കെ വരില്ലേ, കാണുന്നവർക്കായാലും പറയുന്ന എനിക്കായാലും. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒനിയൻ കട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ സവാള പല രീതിയിൽ നമ്മൾ ഡെയിലി കട്ട് ചെയ്യാറുണ്ടല്ലേ. പല വെറൈറ്റി ഫുഡിനും നമ്മൾ പല രീതിയിലാണ് ഉള്ളി കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. പലർക്കും നമ്മളെല്ലാവർക്കും അറിയുന്നതായിരിക്കുള്ളൂ പല രീതിയിൽ കട്ട് ചെയ്യുന്നത്. എന്നാലും ഞാനിപ്പോൾ ഒരു 6-7 ടൈപ്പിലുള്ള കട്ടിങ് അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനന്ന് ചെയ്യുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ സവാള കട്ട് ചെയ്യാൻ ആദ്യം നമുക്ക് ഒരു കട്ടിംഗ് ബോർഡും വേണം, പിന്നെ മൂർച്ചയുള്ളൊരു കത്തിയും വേണം. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് ഒന്ന് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെറ്റായിട്ടുള്ളൊരു ക്ലോത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കട്ടിംഗ് ബോർഡിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി സവാള നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ സവാള എടുത്തിട്ട് നമ്മൾ നേർപകുതിയായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും നമ്മൾ മുറിച്ച് കളയണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സവാള അരിയുമ്പോൾ എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ടല്ലേ, അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ സവാളയുടെ മേലെ ശരിക്കും ഇങ്ങനെ ഇതുപോലെ ബ്ലാക്ക് കളറായിട്ട് വരാറുണ്ട് ചില സമയത്ത്, നമ്മൾ കാണാറില്ല. അത് ശരിക്കും ഒരു ഫംഗസാണിത് സവാളയിൽ വരുന്ന. അത് നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ടൊന്ന് കഴുകിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഐസ് വാട്ടറിലിട്ട് കഴുകുക, അതല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും നമ്മളിതുപോലെ അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അപ്പോൾ നമ്മളധികവും ഇതുപോലെ സവാള സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും പുലാവ്, അതുപോലെ ഒനിയൻ ഫ്രൈ ചെയ്യാനും പിന്നെ വട ഉണ്ടാക്കാനും കറികൾക്കൊക്കെ അധികവും ഇതേപോലെയാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു നാടൻ കത്തിയാണ്. കാണാൻ ഇച്ചിരി ഭംഗിക്കുറവുണ്ടെന്നേ ഉള്ളൂ, നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണിത്. ഇപ്പം നമുക്ക് കൂടുതൽ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ കൈ മുറിയാതെ എങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ വിരലിങ്ങനെ കുത്തി പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെ ബാക്കിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കൈയുടെ വിരൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എത്ര മുറിച്ചുള്ള കത്തിയായാലും നമുക്ക് കൈയൊന്നും മുറിയാതെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സവാള ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഹൊറിസോണ്ടലായിട്ടുള്ളൊരു കട്ടിങ്ങാണത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് അധികം നമ്മൾ സലാഡിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തന്തൂരി കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു സവാളയുടെ പകുതി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പെറ്റൽസ് എന്നാണ് പറയുക. നമ്മൾ കടായി ഐറ്റംസ്, കടായി ചിക്കൻ, അതുപോലെ പനീർ കടായി, അതുപോലെ ഉണ്ടാക്കും ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ചിക്കൻ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വലുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിടാറുള്ളത് അല്ലേ. ഇനി നമുക്ക് സവാള ചോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ കൈ ഇങ്ങനെ വിരൽ കുത്തി പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ചോപ്പ് ചെയ്യുമ്പോൾ ശരിക്കും സാധാരണ ചോപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൈ വെച്ചിട്ടാകുമ്പോൾ ഇതേ രീതിയിൽ ഈ വിരൽ ഇതുപോലെ കുത്തി പിടിച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീരെ കൈ നമുക്ക് സേഫായിട്ട് തന്നെ കിട്ടും, എത്ര വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ഈ ചോപ്പ് ചെയ്ത ഉള്ളി തന്നെ ഒന്നും കൂടെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ അധികം ഈ ചോപ്പ് ചെയ്യുന്നത് ഗാർണിഷിങ്ങിന് ചെയ്യാറുണ്ട്, പിന്നെ എഗ്ഗൊക്കെ ഫ്രൈ ചെയ്യാൻ, പിന്നെ ഗ്രേവി ഉണ്ടാക്കാൻ, പലതരം ഗ്രേവി ഉണ്ടാക്കാനൊക്കെ ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇതുപോലുള്ളൊരു കട്ടിങ്ങാണ് അപ്പോൾ ഇതിൻ്റെ സൈസസൊക്കെ നമ്മളെ ഇഷ്ടത്തിന് വലിപ്പം കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യുക. അത് കറി ഉണ്ടാക്കുന്നതിന് അനുസരിച്ചുള്ള അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇങ്ങനെ വിടർത്തിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ പെറ്റൽസായിട്ട് വരും. പിന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാറുണ്ട്.
അപ്പോൾ രീതിയിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർണിഷിങ്ങിനാണ് അധികം യൂസ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഓരോ റിങ്ങും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ മാവിൽ മുക്കി ഒനിയൻ റിങ്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നത് നമ്മളുടെ അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ്. ഓരോ ഭക്ഷണത്തിനും ഓരോ രീതിയിലുള്ള കട്ടിങ്, അതൊക്കെ നമ്മളുടെ ഐഡിയയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.